ഞാൻ മരിച്ചിട്ട് 100 വർഷം കഴിഞ്ഞു. ഈ കാവ് എന്റേതാണ്. ഇവിടെ വിളക്ക് തെളിയിക്കാൻ ഞാൻ ഇന്നും വരാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഓരോ രാത്രിയും ഇവിടെ തിരിച്ചെത്തുന്നു എന്ന കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ട്രഡീഷണൽ ലുക്ക് തേടിപ്പോകുന്ന ചില യുവാക്കളുണ്ട്. അവിടെ ചെന്നതിന് ശേഷം അവിടെ ഐസ്തെറ്റിക് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള ട്രഡീഷണൽ ഫോട്ടോഗ്രാഫി നടത്താറുമുണ്ട്. ഇന്നത്തെ തലമുറയിൽ പ്രധാനപ്പെട്ട ഒരു വിനോദം തന്നെയാണ് ഫോട്ടോ എടുക്കലും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുമൊക്കെ. എന്നാൽ അതിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം മിക്കവാറും ഈ ട്രഡീഷണൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഴഞ്ചൻ വീടുകള്, അതുപോലെ പഴയ ഇല്ലങ്ങള്, പഴയ കൊട്ടാരങ്ങൾ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അധികം പേരും പോവാറുള്ളത്. എന്നാൽ പഴയ കൊട്ടാരങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ചില വിലക്കുകളുണ്ട്. കാരണം അവിടെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് അത്ര എളുപ്പത്തിൽ പോകാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഇല്ലങ്ങൾ, അതുപോലെ പഴയ തറവാടുകൾ, ഇവയിലേക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. എന്നാൽ അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഇല്ലമോ അല്ലെങ്കിൽ തറവാടോ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടുത്തെ അസൗകര്യം മാത്രമായിരിക്കില്ല കാരണം. അവിടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ച് മരണപ്പെട്ടു പോയ ചിലർക്കും അവിടുത്തെ കഥകൾ പറയാനുണ്ടാകും. എന്നാൽ ആ മരണപ്പെട്ടതിന് ശേഷവും അവിടെ തന്നെ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടാവും. അവിടെ മോക്ഷം കിട്ടാതെ മരിച്ച ചില ആത്മാക്കൾ സ്ഥിരമായി താമസിക്കുന്നവരെ ശല്യം ചെയ്യാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു പതിവ് കാഴ്ചയാണ് എന്തെങ്കിലും ഒരു വിശേഷ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട്. എന്നാൽ അധികം പേരും തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പഴയ തറവാടുകളും പഴയ ഇല്ലങ്ങളുമാണ്. എന്നാൽ അവിടെയൊക്കെ പോയി ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുത്ത് വന്നതിന് ശേഷം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ എവിടെയാണ് പോയിരുന്നത് എന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊരു സ്ഥലവും അങ്ങനെയൊരു തറവാടും അവിടെ അവശേഷിച്ചിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അങ്ങനെയൊരു തറവാട്ടിലേക്കാണ് നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അവിടുത്തെ ചുമരുകൾക്ക് രക്തത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. അവിടുത്തെ മരത്തൂണുകൾക്ക് ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയാനുണ്ടാകും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അങ്ങോട്ട് ഫോട്ടോഷൂട്ടിനും അതുപോലെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനുമായി പോയതായിരുന്നു ഈ 4 സുഹൃത്തുക്കൾ. അതിൽ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതിനു പുറമെ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായി പ്രായമായ ഒരു സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരിക്കൽ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയ മുതൽ തന്നെ അവർക്ക് അവിടുത്തെ അന്തരീക്ഷം വളരെയധികം ഇഷ്ടമായി. കാരണം അവരിവിടെ വന്നിരുന്നത് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവരെഴുതിയ കഥയ്ക്കും അവർ നിർമ്മിക്കാൻ പോകുന്ന വിഷ്വൽസിനും ഈ ഒരു തറവാടും അവിടുത്തെ പരിസരവും വളരെയധികം മാച്ച് ആകുന്നതായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ 2-3 ദിവസം അവിടെ താമസിക്കാനുള്ള പെർമിഷനായിട്ടാണ് അവിടേക്ക് പോയിരുന്നത്. എന്നാൽ ഈ തലമുറയിൽപ്പെട്ട ഒരാളായിരുന്നു ആ വീടിന് ഇന്ന് അവകാശിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം അവരോട് കാര്യമായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ വീട് അവർക്ക് നൽകുന്ന സമയത്ത് അവരോടായി ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ പകൽ സമയത്ത് എത്ര സമയം വരെയും നിങ്ങൾക്ക് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്നാൽ രാത്രി ഏകദേശം 7 മണിക്ക് ശേഷം നിങ്ങൾ ഒരിക്കലും അവിടെ നിൽക്കരുത്. നിങ്ങളുടെ താമസവും ഭക്ഷണവും മറ്റെവിടെയെങ്കിലും തയ്യാറാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോവുക. രാത്രി 7 മണിക്ക് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന അഖിലിന് ഇതൊന്നും വിശ്വാസമേ ഉണ്ടായിരുന്നില്ല. അഖിലിന് അത്തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റികളിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ദൈവവിശ്വാസവും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ടായിരുന്ന അഖിൽ പറഞ്ഞു,
എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ പഴയ തറവാടുകളെ കുറിച്ച് ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭ്യൂഹം നിങ്ങളുടെ ഈ തറവാടിനെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത്. എന്നാൽ ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുന്നത്. അങ്ങനെ അവർ അവിടെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു അന്തരീക്ഷം വളരെയധികം ഇഷ്ടമായി. എന്നാൽ അന്നത്തെ ദിവസം അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല. അവർ അവിടെയൊക്കെ നടന്നു കാണാൻ ആരംഭിച്ചു. എന്നാൽ അവർക്ക് പോകുന്ന വഴിയിലൊന്നും പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു സംഖ്യ ഇപ്പോഴത്തെ ഓണറിൻ്റെ മകന് നൽകിയിരുന്നു. അതുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന അഖിൽ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട. ഇത്രയും നല്ല ഒരു വീടുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തിന് പണം കൊടുത്തിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കണം? അവരുടെ കൂടെ വന്നിരിക്കുന്ന ആ പ്രായമായ സ്ത്രീ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ മറ്റൊരു സ്ഥലം തേടി പോകണമെന്നായിരുന്നു അഖിൽ സുഹൃത്തുക്കളോടായി പറഞ്ഞത്. അതിന് സുഹൃത്തുക്കളും അതേ എന്ന് സമ്മതം കാണിച്ചു. എന്നാൽ അഖിലിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരാളായിരുന്നു സ്വപ്ന. സ്വപ്നയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ വിശ്വാസമുണ്ട്. സ്വപ്ന തീർത്തും ഒരു ഈശ്വര വിശ്വാസി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം സ്വപ്ന ആ ഭാഗത്തൊക്കെ നടന്നു കണ്ടപ്പോൾ അവിടെ ചില കാവും കുളവും അതുപോലെ വിജനമായ കിണറുകളും സ്വപ്ന കണ്ടിരുന്നു. എന്നാൽ അതൊക്കെ കാണുന്ന സമയത്ത് സ്വപ്ന തൻ്റെ ക്യാമറയിൽ അതൊക്കെ പകർത്തിയിരുന്നു. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ എല്ലാവരും തനിയായിരുന്നു ചുറ്റിക്കാണാൻ ശ്രമിച്ചിരുന്നത്. എല്ലാവരും ആ ഭാഗങ്ങളൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം അവർ തിരിച്ച് ആ തറവാടിൻ്റെ പൂമുഖത്തെത്തി. അങ്ങോട്ട് എത്തുന്ന സമയത്ത് അവരെല്ലാവരും പറഞ്ഞു, ശരിയാണ്, ഈ വീടിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും തോന്നുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. എന്നിട്ട് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ തറവാട്ടിൽ താമസത്തിന് പുതിയ ആൾക്കാർ എത്തിയത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലരൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് ഇവിടെ ആരാണ് നിങ്ങൾക്ക് താമസിക്കാൻ അനുവാദം തന്നത് എന്നൊക്കെ അവർ വളരെ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അതിന് അഖിൽ ഇത് ഉടമസ്ഥരെ കയ്യിൽ നിന്നും പെർമിഷൻ വാങ്ങിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ താമസിക്കാൻ എത്തിയത് എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, എന്നാൽ പകൽ മാത്രം. രാത്രി സമയത്ത് നിങ്ങളിവിടെ താമസിക്കുന്നത് ശരിയല്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും താമസിക്കുന്നതാവാം ശരിയെന്ന് അവരോടായി പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞതൊന്നും ആരും കണക്കിലെടുത്തത് പോലുമില്ല. എന്നാൽ അതിന് റീസൺ ചോദിക്കാനായിട്ട് ശബ്ദമുയർത്തിയത് സ്വപ്ന മാത്രമായിരുന്നു. സ്വപ്ന ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല. ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയുമില്ല. ആ സമയത്ത് ആ നാട്ടുകാരിൽ ഒരാൾ സ്വപ്നയോട് പറഞ്ഞു, കുട്ടി, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. ദൈവങ്ങളോടും പിശാചുക്കളോടും കളിക്കുന്നത് ഒട്ടും ശരിയല്ല. അതൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തികളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അഖിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ പ്രേതം ഉണ്ട് എന്നാണോ എന്ന്? ആ സമയത്ത് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു, ഉണ്ട്, ഇവിടെ പ്രേതമുണ്ട്. എന്നാൽ അത് നമ്മളാരും കണ്ടിട്ടില്ല. ഈ ഗ്രാമത്തിലുള്ളവർ ആരും തന്നെ രാത്രി 7 മണിക്ക് ശേഷം ഈ ഭാഗത്തേക്ക് വരാറില്ല. അതിന് ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞതും. എന്നാൽ നാട്ടുകാരിൽ തന്നെ ചിലർ ആ പറയുന്ന ആളോട് പറഞ്ഞു, കൂടുതലായിട്ട് ഒന്നും പറയണ്ട, ഇവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല, നമുക്ക് പോകാം, ഇവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്ന് അവിടെ നിന്നും അവർ പോയിരുന്നു. അങ്ങനെ ഏകദേശം വൈകുന്നേരമാവാൻ തുടങ്ങി. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ പ്രായമായ സ്ത്രീയോട് അഖിൽ പറഞ്ഞു, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ ചില ക്യാമ്പ് ഫയർ പോലെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ ചില മാംസാഹാരങ്ങൾ പാകം ചെയ്യാനായി തുടങ്ങി. എന്നിട്ട് അന്നത്തെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പലയിടങ്ങളിലായി കിടക്കാൻ ഒരുങ്ങി. എന്നാൽ അന്ന് രാത്രി അവരൊക്കെ ഉറങ്ങുന്ന സമയത്താണ് സ്വപ്നയ്ക്ക് പെട്ടെന്ന് പുറത്തു നിന്നും എന്തോ ഒരു മണിയടി ശബ്ദം കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ജനവാതിലിനടുത്ത് ചെന്ന് സ്വപ്ന പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കുറച്ചു ദൂരെ ആ പറമ്പിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. ഒരു വിളക്ക് കത്തിച്ചു വെച്ച രീതിയിലുള്ള ഒരു വെളിച്ചം. ഒപ്പം അവിടെ എന്തോ ഒന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ട് അവിടെ ആരോ തീയിട്ട പോലെയൊക്കെ അവൾക്ക് തോന്നി. എന്നിട്ട് അതെന്താണ് ഈ സമയത്ത് അവിടെ ഒരു വെളിച്ചം എന്നൊക്കെ അവൾ മനസ്സിലോർത്തു.
അതിനുശേഷവും ആ ഒരു മണിയടി ശബ്ദം അവൾ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ആദ്യം അടുത്തു നിന്ന് കേൾക്കുന്ന ആ ശബ്ദം പിന്നെ പിന്നെ അകന്നകന്ന് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയ സ്വപ്ന പിന്നീട് ഉണരുന്നത് അടുത്ത ദിവസം രാവിലെ ഏകദേശം 8 മണി കഴിഞ്ഞാണ്. അവൾ ഉറക്കം എഴുന്നേറ്റ് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്വപ്നയോട് പറഞ്ഞു, ഇന്ന് വളരെ നേരത്തെയാണല്ലോ എന്ന ഒരു തമാശയോട് സ്വപ്നയോട് അവരെല്ലാവരും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് നമ്മുടെ ഷൂട്ട് എന്തായാലും ചെയ്യണമെന്ന്. അങ്ങനെ അന്നവർ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അന്നവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി. അങ്ങനെ പല ഭാഗങ്ങളിലായി അവർ നിർമ്മിച്ച ആ പ്രോജക്റ്റ് അവർ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ക്യാമറ കൈകാര്യം ചെയ്തിരുന്ന അഖിലിൻ്റെ മറ്റൊരു സുഹൃത്ത് അത് വളരെ വൃത്തിയായി ചെയ്യുന്ന സമയത്താണ് ഓരോ ഭാഗങ്ങളിലേക്കും ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെയായി ഒരു വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയെ ക്യാമറയിൽ കാണുന്നുണ്ട്. എന്നാൽ ക്യാമറയിൽ നിന്ന് കണ്ണെടുത്ത് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തതിന് ശേഷം അഖിൽ പറഞ്ഞു, ഏകദേശം നമ്മുടെ ഡേ ടൈമിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. അതായത് ചില രാത്രിയിലെ വിഷ്വൽസാണ് നമുക്ക് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈറ്റ്സൊക്കെ റെഡിയാക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. ഉച്ചയായതോടെ ഇവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവർ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഭക്ഷണം കഴിക്കാനായി പോയത്. അങ്ങനെ അവർ ആ ഹോട്ടലിൽ പോയ സമയത്ത് അവരെല്ലാവരും, ആ നാട്ടുകാർ മുഴുവൻ വിചിത്രമായി നോക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഒരു രാത്രി മുഴുവൻ ആ വീടിനുള്ളിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്നത് എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. ആ സമയത്ത് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ ഒരു വൃദ്ധൻ അവരോട് പറഞ്ഞു, അവർക്ക് വിശ്വാസമില്ലല്ലോ, അതുകൊണ്ടാണ് അവർ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടിയത്. എന്നാൽ ഇനി അവർക്ക് ഒരു രാത്രി അവിടെ തികയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ സ്വപ്ന, നിങ്ങൾ എന്താണ് പറയുന്നത്? ആ വീടിന് എന്താണ് പ്രശ്നം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി വളരെ സുഖകരമായി ഉറങ്ങി എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വൃദ്ധൻ സ്വപ്നയോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ രാത്രിയിൽ കണ്ട ആ വെളിച്ചത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാത്തത് എന്ന്. അത് കേട്ടുകൊണ്ട് തന്നെ അഖിൽ സ്വപ്നയോട് ചോദിച്ചു, എന്ത് വെളിച്ചമാണ് നീ കണ്ടത് എന്ന്. എന്നാൽ താൻ കണ്ട ഈ വെളിച്ചത്തെ എങ്ങനെയാണ് ആ വൃദ്ധൻ ഇത്ര വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവുക എന്ന ഒരു അത്ഭുതം മാത്രമായിരുന്നു സ്വപ്നയ്ക്ക്. ആ സമയത്ത് കുറച്ചുകൂടി അടുത്തേക്കിരുന്ന് ആ വൃദ്ധനോട് ചോദിച്ചു, ഇനി നിങ്ങൾ പറയൂ, ഞാൻ കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ വീടിന് എന്താണ് കുഴപ്പം എന്നൊക്കെ. ആ സമയത്ത് ആ വൃദ്ധൻ ഒരു കഥ പറയാൻ തുടങ്ങി. ആ കഥ അവരെ കൊണ്ടുപോയത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആയിരുന്നു. ഇപ്പോൾ അവർ താമസിക്കുന്നത് ആ പ്രദേശത്തെ കിഴക്ക് ഭാഗത്തെ ഇല്ലത്തിലായിരുന്നു. അതായത് കിഴക്കൻ തറവാട് എന്നായിരുന്നു ആ തറവാടിനെ അറിയപ്പെട്ടിരുന്നത്. ഇതേ തറവാടിന് എതിർദിശയിലുണ്ടായിരുന്ന മറ്റൊരു തറവാട് കൂടി ഉണ്ടായിരുന്നു, തെക്കേ തറവാട്. ഈ തെക്കേ തറവാടും കിഴക്കേ തറവാടും അവർ ബന്ധുക്കളായിരുന്നു. എന്നാൽ എന്തൊക്കെയോ ശാപം കാരണം ഈ കിഴക്കേ തറവാടിന് അവിടെ വാസയോഗ്യമല്ല എന്നറിഞ്ഞതുകൊണ്ട് അവരെല്ലാവരും പിന്നീട് താമസിച്ചിരുന്നത് തെക്കേ തറവാടിലായിരുന്നു. എന്നാൽ ഈ കിഴക്കേ തറവാടിലാണ് അവർക്ക് അവരുടെ കുടുംബക്ഷേത്രവും കാവും കുളവും അങ്ങനെയുണ്ടായിരുന്ന വെച്ചാരാധനയുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും ഈ കിഴക്കേ തറവാടിലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു മറ്റു തറവാടുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ അവർ താമസിക്കുന്ന തെക്കേ തറവാട്ടിൽ നിന്ന് എന്നും രാത്രി ഈ കാവിൽ വിളക്ക് വയ്ക്കാനൊക്കെ അവിടെ നിന്ന് ആരെങ്കിലും എത്തുമായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് അവിടെ ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീക്ക് ദേഹാസ്വസ്ഥ്യം കൂടി വന്നതോടുകൂടി ആ ജോലി തൻ്റെ കൊച്ചുമകളെ ഏൽപ്പിച്ചു. ആ കൊച്ചുമകളുടെ പേരായിരുന്നു കാർത്തി. കാർത്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ വിശ്വാസമായിരുന്നു. കാർത്തി ആ ജോലി വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കാർത്തിയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക്ക് ആ ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും തെക്കേ തറവാട്ടിൽ നിന്നും ഈ കിഴക്കേ തറവാട്ടിലേക്ക് ഒരു കയ്യിൽ പിച്ചള വിളക്കും ഒരു കയ്യിൽ ഒരു എണ്ണക്കുപ്പിയുമായിട്ട് കിഴക്കേ ഇല്ലത്തിലേക്ക് അവിടുത്തെ കാവിൽ വിളക്ക് വെക്കാനായി അവൾ എന്നും പോകുമായിരുന്നു. സന്ധ്യ മയങ്ങിയതിനു ശേഷം ഈ തെക്കേ തറവാട്ടിൽ നിന്ന് ഈ കിഴക്കേ തറവാട്ടിലേക്ക് കാർത്തി പോകുന്ന കാഴ്ച കാണാൻ അതിമനോഹരമായിരുന്നു എന്നാണ് അന്നത്തെ ഗ്രാമവാസികൾ പറയുന്നത്. എന്നാൽ ഈ വിളക്കുമായി പോകുന്ന കാർത്തിയെ ആരെങ്കിലും കാണുന്നത് കാർത്തിക്ക് അന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു കാർത്തി ആരെയും കാണാതെയായിരുന്നു
അങ്ങോട്ടേക്ക് വിളക്കുമായി പോവാറുള്ളത്. കിഴക്കേ തറവാട്ടിലെത്തി അവിടെ കുളിയും ദേവാലയവും ഒക്കെ നടത്തി അവിടെ വിളക്ക് വെച്ചിട്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് മടങ്ങി വരിക. എന്നാൽ മടങ്ങി വരുന്ന സമയത്ത് ഈ കാർത്തിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാർത്തി കയ്യിലൊരു മണി കിലുക്കിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും ഈ മണിയടി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും മാറിപ്പോകണം എന്ന് തന്നെയായിരുന്നു കാർത്തിയുടെ നിബന്ധന. കാരണം അത്രയും പ്രതാപമുള്ള ഒരു തറവാട്ടിലെ ബാല്യക്കാരിയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവളുടെ ഈ വിളക്കുമായുള്ള കാഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ തമ്പുരാൻ തന്നെ സംവിധാനം ചെയ്തു കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു ഈ മണിയടി ശബ്ദം. ഈ മണിയടി കേൾക്കുന്ന സമയത്ത് ആരും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അതുപോലെ ആ കാവിൽ വിളക്ക് വെക്കുന്നത് ആരും കാണാനും കേൾക്കാനും പാടില്ല എന്ന് തന്നെയായിരുന്നു അവിടുത്തെ തമ്പുരാന്റെ ഉത്തരവ്. അതുകൊണ്ട് ഈ കാർത്തി പോകുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ എല്ലാവരും വാതിലുകളും ജനവാതിലുകളും അടച്ച് ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ കാർത്തിക്ക് ആ കിഴക്കേ ഇല്ലത്തിൽ വെച്ച് അവൾക്കൊരു അപകടം സംഭവിച്ചു. അത് വളരെ വിചിത്രമായ ഒരു അപകടം തന്നെയായിരുന്നു. കാർത്തി എല്ലാ ദിവസത്തെയും പോലെ അങ്ങോട്ടേക്ക് വിളക്ക് വെക്കാൻ പോയി. അവിടുത്തെ ഒരു കിണറിൽ നിന്നും കുളിയും തേവാരവും നടത്തി. ഒരിക്കൽ കാർത്തി വിളക്ക് വെക്കുന്ന സമയത്ത് വിളക്കിൽ നിന്നും തീ ആളിപ്പടർന്ന് അവളുടെ ശരീരം മൊത്തം കത്തി. ആ സമയത്ത് കിഴക്കേ ഭാഗത്ത് അതിശക്തമായ പ്രകാശം കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് നാട്ടുകാർ ഓടിയെത്തിയത്. ആ സമയത്ത് അഗ്നിയേറ്റ് കത്തിക്കരിയുന്ന കാർത്തിയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ നാട്ടുകാരെ കണ്ടതോടെ കാർത്തി അവരിൽ നിന്നും കാണാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ തറവാടിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടി. എന്നാൽ പിന്നീട് ആ കിണറ്റിലേക്ക് എല്ലാവരും ആ ശവശരീരം എടുക്കാൻ വേണ്ടിയിട്ട് തിരയുന്ന സമയത്ത് ആ ശവശരീരം ലഭിച്ചിരുന്നില്ല. മാസങ്ങളോളം ആ കിണർ വറ്റിച്ചും പരിശോധിച്ചും ആ മൃതശരീരം എടുക്കാനായി നോക്കി. എന്നാൽ ആർക്കും തന്നെ കാർത്തിയുടെ മൃതശരീരം ലഭിച്ചിരുന്നില്ല. അടുത്ത ദിവസം മുതൽ കാർത്തി മരിച്ചു എന്ന വാർത്ത ആ ഗ്രാമം മുഴുവൻ വ്യാപിച്ചിരുന്നു. അന്ന് മുതൽ ആ തറവാട്ടിൽ നിന്ന് കിഴക്കേ തറവാട്ടിലേക്ക് വിളക്ക് വെക്കാനായിട്ട് ആരും പോവാതെയായി. പിന്നെ അത് കാട് മൂടിയ അവസ്ഥയിലുമായി. അങ്ങനെ ഇരിക്കെയാണ് പ്രദേശവാസികൾക്കിടയിൽ ഒരു കഥ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇന്നും അർദ്ധരാത്രിയിൽ ഏതോ ഒരു സ്ത്രീ ഇവിടെ വന്ന് വിളക്ക് വെക്കുന്നുണ്ട് എന്ന്. ആ സമയത്ത് സ്വാഭാവികമായും ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് അവിടെ ഒരു യക്ഷി പുനർജനിക്കുന്നു. കാർത്തിയുടെ ആത്മാവായിരിക്കാം ഇത് ചെയ്യുന്നത് എന്ന്. എന്നാൽ പലപ്പോഴായി പലരും ഒരു സ്ത്രീ മണി കിലുക്കി ആ പാടവരമ്പിലൂടെ കയ്യിലൊരു പിച്ചള വിളക്കും മറ്റു കയ്യിൽ ഒരു മണിയുമായി മണി കിലുക്കി ആ കിഴക്കേ ഇല്ലത്തിൻ്റെ കാവിലേക്ക് പോയി വിളക്ക് വെക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ അവളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അവരുടെ ശവശരീരമായിരുന്നു ലഭിച്ചത്. അതിന് കാരണം കാർത്തിയുടെ ആത്മാവാണെന്ന് ആ ഗ്രാമവാസികൾ എല്ലാവരും വിശ്വസിച്ചു. അതിനുശേഷം ആരും തന്നെ ആ സമയത്ത് അങ്ങോട്ടേക്ക് പോവാറുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ആ ഗ്രാമക്കാരുടെ വിശ്വാസം. ഇതായിരുന്നു ആ വൃദ്ധൻ ഇപ്പോൾ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് വന്ന അവരോട് പറഞ്ഞു കൊടുത്ത കഥ. ഇത് കേട്ടയുടൻ തന്നെ സ്വപ്നയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. എന്നാൽ അഖിൽ ഇതൊന്നും വിശ്വസിക്കാതെ അന്നത്തെ രാത്രി ഷൂട്ടിങ്ങിനായിട്ട് ഒരുങ്ങി. എന്നാൽ അന്ന് രാത്രി അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അവർക്ക് കാർത്തിയെ ശരിക്കും കാണാൻ സാധിച്ചത്. അന്ന് അവർ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വിളക്ക് തെളിയിക്കുന്ന കാഴ്ച ആ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞു. എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുന്ന സമയത്ത് മാത്രം ആ രൂപം അവർക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവർ ഈ ഷൂട്ടിങ്ങിനിടയിലാണ് ഒരു സ്ത്രീ മണി കിലുക്കി വെള്ള വസ്ത്രം ധരിച്ച് ആ കാവിനകത്തേക്ക് നടന്നു പോകുന്നത് കണ്ടത്. അന്ന് ആ വിളക്കിൻ്റെ പ്രകാശം കണ്ട് അവരെല്ലാവരും ആ വെളിച്ചത്തെ പിന്തുടർന്നു അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തുന്ന സമയത്ത് അവർ കണ്ടത് ഒരു സുന്ദരിയായ സ്ത്രീ അവിടെ ആ കാവിൽ വിളക്കി വെക്കുന്നു. പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി അവളെ വിളിച്ച സമയത്ത് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പകുതി കരിഞ്ഞ മുഖവുമായി ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അത് കണ്ടതോടുകൂടി അവിടെ നിന്നും എല്ലാവരോടും ഓടാനായി അഖിൽ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നും അവർ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്ത് അവരിൽ ഓരോരുത്തരെയായി കാണാതാവുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെയും ആ വൃദ്ധയായ സ്ത്രീയെയും അവിടെ നിന്നും കാണാതായി. ഓരോരുത്തരായി ഓടുന്ന സമയത്ത് ഏതോ ഒരു അദൃശ്യ ശക്തി വന്ന് അവരെ ആ കിണറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു കാഴ്ച സ്വപ്നയും അഖിലും കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ഇനി നമ്മളുടെ ഊഴമാണെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ തെറ്റ്. അതിനു പുറമെ നിങ്ങൾ വീണ്ടും തെറ്റുകൾക്ക് മുകളിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ വിളക്ക് വയ്ക്കുന്നത് കണ്ടു. ഞാൻ വിളക്ക് വെക്കുന്നത് ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വിളക്ക് വെക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ
എനിക്ക് അന്നത്തെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് ഒരു ദുഷ്ടാത്മാവ് അവരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച. അഖിൽ മനസ്സിൽ അറിയാതെ ഈശ്വരനെ വിളിച്ചുപോയി. എന്നാൽ ഈശ്വരന്മാരൊന്നും ആ സമയത്ത് അവർക്ക് രക്ഷയ്ക്കായി വന്നില്ല. കാരണം അവർ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യം പോലെ ആ പൈശാചിക ശക്തി അവരെ രണ്ടുപേരെയും അവിടെ തന്നെ വകവരുത്തുകയുണ്ടായി. അഖിലും സ്വപ്നയും കൂടി ആ കിണറിനകത്തേക്ക് പോയി. എന്നാൽ അടുത്ത ദിവസം ഈ ചെറുപ്പക്കാരെ പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് അങ്ങോട്ടെത്തിയ ജനങ്ങളും നാട്ടുകാരും കണ്ടത് അവരുടെ അവശേഷിച്ച് നിൽക്കുന്ന ക്യാമറയും അതുപോലെ മറ്റ് ഷൂട്ടിംഗ് ഉപകരണങ്ങളും മാത്രമായിരുന്നു. ആ സമയത്ത് കിണറിനകത്തു നിന്നും വളരെ ഉച്ചത്തിൽ നിലവിളി ശബ്ദങ്ങൾ ആ ജനങ്ങൾ മുഴുവൻ കേട്ടു. എന്നാൽ ആർക്കും തന്നെ ആ കിണറിനടുത്തേക്ക് പോകാനോ അതിനകത്തേക്ക് എന്ന് എത്തി നോക്കാനോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും പേടിയായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾക്ക് കാർത്തി എന്ന ഈ ഒരു ദുഷ്ടാത്മാവിനെ. ആ ഗ്രാമത്തിലെ എല്ലാവരും ആ കിണറിനെ പണ്ട് കാലം മുതലേ കരിങ്കിണർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കരിങ്കിണർ വീണ്ടും ഒരു 4 പേരെ കൂടി ഭക്ഷിച്ചു എന്ന കഥയുമായി ആ ഗ്രാമം പിന്നെയും അവിടെ ആ കഥകളുമായി കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്.